ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. രാജ്യം വരണമേ. നമ്മുടെ ശിവ കൊടുത്ത് നമ്മുടെ മുമ്പാവായിക്കൂടെ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളെ അറിയിപ്പിനെ നാം കേൾക്കണം. അവിടുത്തെ ആത്മാവിനോടുകൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ സ്തുതികളും നാം എല്ലാവരുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ.
അങ്ങനെ വിശ്വസിക്കുന്നു. യേശുദമ്പുരാൻ ഫിലിപ്പോസിന്റെ കേസരിയ പ്രദേശത്തേക്ക് വന്നപ്പോൾ അവൻ നിന്റെ ശിഷ്യന്മാരോട്, മനുഷ്യപുത്രനാവാൻ ഞാൻ ആരെന്നാണ് മനുഷ്യർ എന്നെ കുറിച്ച് പറയുന്നത് ചോദിച്ചു. ചിലർ യോഹന്നാൻ മാബ്ദോനോ എന്നും ചിലർ ഏലിയാവെന്നും വേറെ ചില ഏറമിയായോ മറ്റു പ്രവാചകമൊരുത്തനോ എന്ന് പറയുന്നു എന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ ആരെന്നാവുന്നു നിങ്ങൾ പറയുന്നതെന്ന് അവൻ അവരോട് ചോദിച്ചു. ശമൂൻ ഗീപ്പ ഉത്തരമായിട്ട്, അങ്ങ് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാവുന്നു എന്ന് പറഞ്ഞു. വിശുദ്ധമ്പുരാനോട് അവനോട്, ദേവനാട് പുത്രനായ ശമോനെ, നിനക്ക് ഭാഗ്യം. ജഡരക്തങ്ങളല്ല സ്വർഗസ്വനായ എൻ്റെ പിതാവത്തിന് നിനക്ക് വെളിപ്പെടുത്തുന്നത്. ഞാൻ നിന്നോട് പറയുന്നു, നീ പാറയാകുന്നു. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാളഗോപുരങ്ങൾ അതിന് ജയിക്കുകയില്ല. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ ഞാൻ നിനക്ക് തരും. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിക്കപ്പെട്ടിരിക്കുന്നു. ഉത്തരം പറഞ്ഞു. മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹാലേ ലൂയോ ഹാലേ ലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും.
ഇന്ത്യയിലെ തലവനായിരിക്കുന്ന ശ്രേഷ്ഠ ബാബ ഇവിടെ എഴുന്നള്ളി വന്ന് വിശ്വാസ വീരന്മാരായ ഈ കുന്നംകുളത്തെ സംബന്ധിച്ചിടത്തോളം, അർത്ഥാൽ സിറിയൻ സിംഹാസന പള്ളിയെ സംബന്ധിച്ചിടത്തോളം ആത്മാവിന് സ്തുതി ആദ്യം മുതലും മുന്നേക്കും തന്നെ. ആമേൻ. ശ്രേഷ്ഠ കാതോലിക്ക ബാബ തിരുമേനി, മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ, അഭിനന്ദ പിതാവായ സിറിൽ മോർ ബസേലിയോസ് തിരുമേനി, തൃശ്ശൂർ ഭദ്രാസന മെത്രാപ്പോലീത്ത, കാലങ്ങളിലെ പ്രതിസന്ധികൾ ഒന്നൊന്നായി കടന്ന് ഈ സഭ ഇവിടെ എത്തി നിൽക്കുന്നു. വളരെ വേഗത്തിൽ ഓർത്തിരുത്താൽ ഏതാണ്ട് 1911 കാലത്ത് ആരംഭിച്ച് 12 അതതിൻ്റെ മൂർധന്യതയിലെത്തി സഭയുടെ എല്ലാ ഭാഗത്തും പ്രതിസന്ധികൾ ഉടലെടുത്തപ്പോൾ ഈ പ്രദേശത്ത് പാർക്കുന്ന ദൈവമക്കൾ, പ്രത്യേകിച്ച് തൊട്ടു പടിഞ്ഞാറ് വശത്തുള്ളതായ ആർത്താറ്റ് വലിയ പള്ളിയിലെ ഇപ്പോൾ ഈ യോഗത്തിൻ്റെ ഉദ്ഘാടനവും ഏതാനും വാക്കുകളും അദ്ദേഹം ബാബയ്ക്ക് ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിക്കുന്നതാണ്. എനിക്കുണ്ടായി. ഇന്നിവിടെ കുന്നംകുളത്തെ ഈ സിംഹാസന പള്ളിയിൽ വെച്ച് നടത്തുന്ന ഈ സ്വീകരണ പരിപാടിയിലും പങ്കെടുക്കാൻ കഴിഞ്ഞുള്ള അതിയായ സന്തോഷവും ആഹ്ലാദവും ഞാൻ ഈ സന്ദർഭത്തിൽ പങ്കുവയ്ക്കുകയാണ്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ഇവിടെ നമ്മുടെ അഭിവന്ദ്യ തിരുമേനിമാർ ഒട്ടേറെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സമൂഹത്തിനും സമുദായത്തിനുമൊക്കെ തന്നെ കൂടുതൽ നന്മയുണ്ടാക്കുക എന്ന ലക്ഷ്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. നമ്മുടെ ശ്രേഷ്ഠ കാതോലിക്ക ബാബ ഇരുട്ടിൽ നിന്നും നമ്മളെ വെളിച്ചത്തിലേക്ക് നയിക്കാൻ കഴിയുന്ന വലിയ മഹാനായ ഒരു നേതാവാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ 2ാമത്തെ സ്വീകരണ പരിപാടികളിലാണ് ഞാൻ പങ്കെടുക്കുന്നത്. നമ്മുടെ ശ്രേഷ്ഠ കാതോലിക്ക ബാബ ആയതിനു ശേഷം ആദ്യമായി അദ്ദേഹം തൃശ്ശൂരിൽ വന്നപ്പോൾ സ്വീകരണം കൊടുത്തത് എൻ്റെ നാടായ ചേലക്കര വട്ടുള്ളിയിൽ വെച്ചാണ്. ലോകത്തിൻ്റെ പൊതുവസ്ഥ, അതിൽ നമ്മുടെ സമൂഹത്തിന് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള നല്ല ചർച്ചകളാണ് സമൂഹത്തിൽ വരുന്നവരാണ്. നമ്മുടെ തിരുമേനിമാരെല്ലാം വിചാരിച്ചാൽ ഒരുപാട് ഇടപെടൽ ശേഷി വർദ്ധിപ്പിക്കാൻ കഴിയും, കുറേയധികം നന്മകൾ ചെയ്യാൻ വേണ്ടി കഴിയും. അങ്ങനെ നന്മയുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ വേണ്ടിയുള്ള വലിയ പ്രവർത്തനമാണ് നടത്തേണ്ടത്. നമ്മൾ വിചാരിച്ചാൽ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യമൊക്കെ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. നമ്മളെക്കൊണ്ട് സാധിക്കുമോ, നമ്മുടെ സമൂഹത്തിന് നന്മ ചെയ്യാൻ കഴിയുമോ എന്നുള്ള സംശയം ഓരോരുത്തരും പ്രകടിപ്പിക്കാം. നീ വിചാരിച്ചാൽ കഴിയുമോ എന്നുള്ള ചോദ്യമൊക്കെ നമ്മളോട് ചോദിക്കും. ഞാനെപ്പോൾ ഓർക്കുന്ന ഒരു ചെറിയ കാര്യമല്ല, നമ്മുടെ മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടായിരുന്നു. ഇന്ത്യയിലൊരു തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിയ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനായിരുന്നു TN ശേഷൻ 90കളിലുണ്ടായി. ആ TN ശേഷൻ IIT കുട്ടികളോട് ക്ലാസ് എടുത്ത് കഴിഞ്ഞ മാസം 2-3 മാസം ഛത്തീസ്ഗഡിൽ പോയി. അവിടെ 2 കന്യാസ്ത്രീകളെ ജയിലിൽ പിടിച്ചിട്ടിരിക്കുകയാണ്. അത് കാണാൻ വേണ്ടി പോയതാണ്.
അവർ മതപരിവർത്തനം നടത്തി എന്നുള്ള ഗുരുതരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് അവരെ ജയിലിലടച്ചത്. യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിലെ പാവപ്പെട്ട ആളുകൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് അവരവിടെ സംഘടിപ്പിക്കുന്നത്. വീണ്ടും നാം കലഹിച്ചുകൊണ്ടിരിക്കുക. അതാണ് കഴിഞ്ഞ 2.25 വർഷത്തിലധികമായിട്ട് നമ്മുടെ മണിപ്പൂരിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച. 2.25 വർഷമായിട്ട് അവിടെ മനുഷ്യർ തമ്മിലുള്ള കലഹം വർദ്ധിക്കുക. അടുത്ത കാലത്താണ് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ സന്ദർശിച്ച് കഴിഞ്ഞതിന് ശേഷം അവിടെ കലാപം വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരുപാട് സംഭവവാസങ്ങളാണ് അവിടെ ഉണ്ടാകുന്നത്. എനിക്കേറെ വേദന തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് അവിടെ അഭയാർത്ഥി ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുണ്ട്. ആ അഭയാർത്ഥി ക്യാമ്പുകൾ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നമുക്കറിയാം വെള്ളപ്പൊക്കമോ അല്ലെങ്കിൽ പ്രകൃതി ദുരന്തമൊക്കെ ഉണ്ടാകുമ്പോഴാണ് അഭയാർത്ഥി ക്യാമ്പുകൾ ഉണ്ടാകുന്നത്. എന്നാൽ മനുഷ്യ സംഘർഷത്തിൻ്റെ പേരിൽ കലാപത്തിൻ്റെ പേരിൽ അവിടെ മനുഷ്യർക്ക് അഭയാർത്ഥി ക്യാമ്പുകൾ ആരംഭിച്ചു. കാലഘട്ടത്തിലെ സാമൂഹ്യ അന്തരീക്ഷത്തിന് നമ്മളെ നല്ലപോലെ ചിന്തിപ്പിക്കേണ്ടതാണ്. ഞാൻ ഒരുപാട് കാര്യങ്ങളൊന്നും പറയാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുന്നില്ല. നമ്മുടെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ എല്ലാ സ്ഥിതി എടുത്ത് പരിശോധിക്കുമ്പോൾ മനുഷ്യരാശിക്ക് കൂടുതൽ നാശമുണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അല്ലെങ്കിൽ മനുഷ്യർ പരസ്പരം കലഹിക്കുന്ന അന്തരീക്ഷമാണ് എല്ലാ സ്ഥലത്തും കാണാൻ കഴിയുന്നത്. അങ്ങനെ കലഹിക്കുന്നത് യാതൊരു ഗുണവും ചെയ്യുന്നില്ല എന്ന കാര്യം നാം നല്ലപോലെ തിരിച്ചറിയുന്നു. നല്ല സമീപനമാണ് നാം സ്വീകരിച്ചത്. അതുകൊണ്ടാണ് ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞതിന് ശേഷം ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ നമ്മൾ ഒരു ഭരണഘടന ഉണ്ടായപ്പോഴും ആ ചർച്ച തന്നെയാണ് നടത്തിയത്. ഈ രാജ്യം എങ്ങനെയായിരിക്കണം, അവിടെയാണ് നമ്മുടെ രാജ്യം ഒരു മതേതര രാജ്യമാകണം എന്ന് തീരുമാനിച്ചത്. കാരണം ഇവിടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിം പാഴ്സികളും സിഖുകാരും ജൈനമതക്കാരും ബുദ്ധമതക്കാരും എല്ലാമുണ്ട്. ഒരു മതത്തിലും വിശ്വസിക്കാത്ത ആളുണ്ട്. വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന ആൾ, വ്യത്യസ്ത സംസ്കാരമുള്ള ആളുകളുണ്ട്. അതെല്ലാം ഉൾക്കൊണ്ടു പോകാനുള്ള മനസ്സ് നമുക്കുണ്ട്. അതുകൊണ്ടാണ് വ്യത്യസ്തതയുള്ളപ്പോഴും ഒറ്റയ്ക്ക് നന്നായി പോവുക എന്നുള്ള സമീപനം നാം സ്വീകരിച്ചു. അത് വ്യത്യസ്തതയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് അത് വലിയ ദുരന്തമാണ് ഉണ്ടാക്കുക. ഒരു കാരണവശാലും ദുരന്തമുണ്ടാകാൻ പാടില്ല. ആ ദുരന്തമുണ്ടാകാതിരിക്കാനുള്ള അവസ്ഥ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകണം. അതിനുവേണ്ടി നമുക്കെല്ലാവർക്കും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. അതിന് നേതൃത്വ പങ്ക് നമ്മുടെ ശ്രേഷ്ഠ ബാബ തിരുമേനിക്കും മറ്റ് തിരുമേനിമാർക്കും എല്ലാം ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അദ്ദേഹത്തിന് നൽകുന്ന ഈ 2ാമത്തെ സ്വീകരണത്തിനും പങ്കെടുക്കാനുള്ള മഹാഭാഗ്യം കിട്ടിയുള്ള സന്തോഷം പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹത്തിന് നൽകുന്ന ഈ സ്വീകരണ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിങ്ങളുടെ എല്ലാവരുടെയും മലയാളത്തിൻ്റെ സമ്മതത്തോടുകൂടി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അത് നിലനിർത്തുവാനായിട്ടുള്ള കടമയും ഉത്തരവാദിത്വവും ബോധ്യവും ഉണ്ടാകണം. ഈ പരിശുദ്ധ ദേവാലയത്തിൻ്റെ 105ാം ശിലാസ്ഥാപന പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ അതിൻ്റെ സ്ഥാപന ഉദ്ദേശത്തിൽ നിന്ന് അണുവിട മാറാതെ പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിന് കീഴിൽ നിലനിൽക്കുവാനായി നമുക്കൊരിക്കൽ കൂടെ പ്രതിജ്ഞാബദ്ധരാകാം. പരിശുദ്ധനായിരിക്കുന്ന മോറസ്താത്യോസ് ലീബ ബാവ കാണിച്ചു തന്നതായ ആ വിശ്വാസ പോരാട്ടങ്ങളെ നിലനിർത്തുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. മറ്റു പള്ളികളിൽ നിന്നെത്തിയിരിക്കുന്ന ട്രസ്റ്റിമാർ, ഏറ്റവും സ്നേഹം നിറഞ്ഞ ഇടവക ജനങ്ങളെല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളിവിടെ ആദരവ് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹം വന്നാൽ ഉടനെ തന്നെ ഒരു എഴുതപ്പെട്ട ചരിത്രം, കൃത്യമായ ചരിത്രം ഇന്നും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. എനിക്ക് ഏറ്റവും സന്തോഷവും വളരെ അനുഗ്രഹീതമായിട്ട് ഞാൻ കാണുകയാണ്. മലങ്കര യാക്കോബായ സുറിയാനി സഭയുമായി ഏറ്റവും ഉത്തമവും സൗഹൃദവുമായ ബന്ധമാണ് തൊഴിയൂർ മലബാർ സ്വതന്ത്ര സുറിയാനി സഭ കാത്തു സൂക്ഷിച്ച് വരുന്നത്. മലങ്കര മെത്രാപ്പോലീത്തയുമായ
ആബോന്മാർ ബസേലിയസ് ജോസഫ് ബാവ തിരുമേനി, സ്വതന്ത്ര സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ, പ്രിയപ്പെട്ട സഭാവിശ്വാസികൾ, എല്ലാവർക്കും ക്രിസ്തുവിൽ സ്നേഹവന്ദനം. എല്ലാ വിജയികൾക്കും പള്ളിയുടെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. രാജൻ പോസ്റ്റ് ഡിപ്ലോമയാണ്. ശ്രീ കെ. Thank you, sir, and congratulations to all the winners. ശ്രീ റോഷൻ സിയ, son of Rajan CEO, Chiran House, Vaisheri. Post diploma. Tangachan B, son of Tangachan BV, Blyle House. പ്രോഗ്രാമിംഗ് വിഭാഗത്തിൽ സ്റ്റേറ്റ് ലെവലിൽ എ ഗ്രേഡ് കിട്ടിയ കുട്ടിയാണ്. മിസസ് രാജി പ്രിൻസ്, പോസ്റ്റ് ഡിപ്ലോമ, ചീരൻ ഹൗസ്, വൈശ്ശേരി. ബാസ്കറ്റ്ബോൾ മെൻ വിഭാഗത്തിൽ ലഭിച്ച കുട്ടിയാണ്. ഒരു പ്രത്യേക സമ്മാനം കുന്നോളം. ആ കുട്ടി സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് വിഭാഗത്തിൽ രാജി, son of റെജി പൗലോസ്, അരിമ്പൂർ ഹൗസ്, കുന്നോളം. ഗ്രീക്ക് സ്വാധീന ഫലമായി നിർമ്മിച്ച അംശവടിയിൽ നിർബന്ധമായും സ്ലീബ ഉണ്ടായിരിക്കുന്നതാണ്. അത്തരം അംശവടിയുടെ അഗ്രത്തിൽ തല വളച്ച് നിർമ്മിച്ചിട്ടുള്ള 2 സർപ്പഫണങ്ങളും അവയ്ക്ക് മുകളിൽ സ്ഥിതി ചെയ്യും വിധം ഫണങ്ങളുടെ മധ്യത്തിൽ ഒരു ഭൂഗോളവും അതിനു മുകളിലായി ഏറ്റവും ഉയരത്തിൽ വിശുദ്ധ സ്ലീബായും ഉണ്ടായിരിക്കും. സർപ്പങ്ങൾക്ക് മുകളിലായി രക്ഷിക്കപ്പെട്ട ഭൂമിയും. കിടക്കേണ്ട സമയമാണ്. വലിയൊരു ചാലഞ്ചാണ് ഒരു പൊതുസമ്മേളനത്തിൽ ഏറ്റവും അവസാനം പ്രസംഗിക്കുക എന്നുള്ളത്. മനുഷ്യൻ്റെ ക്ഷമയൊക്കെ ഒത്തിരി നമ്മൾ പരീക്ഷിക്കുന്ന ഒന്നാണ് പലപ്പോഴും പൊതുസമ്മേളനങ്ങൾ. അവരോട് 2 വാക്ക് പറയാനുള്ള ഒരു സാഹചര്യം എനിക്കുണ്ടാവുന്നത്. വരികൾക്കിടയിലൂടെ നമ്മുടെ അഭിമന്യ തിരുമേനി അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. നിശ്ചയമായിട്ടും ഏറ്റവും വലിയ ഒരു ആദരവും ഒരു ബഹുമതിയുമാണ് കുന്നംകുളത്ത് ആർത്താറ്റ് ബാവാപ്പള്ളിയിൽ പരിശുദ്ധൻ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ ഖബറിൽ എൻ്റെ മുൻഗാമി മുളയിരിക്കൽ സെവരിയസ് തിരുമേനി അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ പുണ്യഭൂമിയിൽ അനേകം ചരിത്ര സത്യങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഈ ഭൂമികയിൽ നിങ്ങളോടൊപ്പം ഈ സായം സന്ധിയിൽ അഭിമന്യ പിതാക്കന്മാരോടൊപ്പം ഇവിടെ നിൽക്കുവാൻ സാധിക്കുന്നതിൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇവിടെ എറണാകുളത്ത് നിന്ന് വന്നിട്ട് കുന്നംകുളത്തിൻ്റെ മാഹാത്മ്യം ഞാൻ പറയുന്ന വലിയ അർത്ഥമൊന്നുമില്ല. എന്നിരുന്നാലും കുന്നംകുളത്ത് വരുന്നത് കൊണ്ട് ഞാനും ചില റിസർച്ചൊക്കെ ചെറിയ തോതിൽ നടത്തുകയുണ്ടായി. അതിൽ നിന്നും എനിക്ക് മനസ്സിലായ ഒരു കാര്യം, മലങ്കര സഭയുടെ ചരിത്ര നിർമ്മിതിയിൽ അതിനെ നിയന്ത്രിച്ച അനേകം മഹാരഥന്മാരെ അവർക്ക് ജന്മം കൊടുത്ത ഒരു പുണ്യഭൂമിയായി നമ്മൾ ഈ പ്രദേശത്തെ കാണേണ്ടിയിരിക്കുന്നു. കാട്ടുമങ്ങാട്ട് ബാവാന്മാരും
ജീവിച്ച മണ്ണാണ് എന്നതുപോലെ തന്നെ ശീമക്കാരായ പിതാക്കന്മാർക്ക് ഒരു കാലത്ത് അഭയം നൽകിയ ഭൂമിക എന്ന നിലയിലും ഈ ദേശം മലങ്കര സഭയ്ക്ക് എന്നും പ്രിയപ്പെട്ടതാണ്. മലങ്കര സഭയ്ക്ക് എക്കാലവും ചരിത്രത്തിൻ്റെ താളുകളിൽ പ്രിയപ്പെട്ട ഒരു ഭൂമിക എന്ന നിലയിൽ മലങ്കര സഭയുടെ ഒരു വലിയ ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ നിശ്ചയമായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന ഒരു വളരെ അനുഗ്രഹകരമായ നിമിഷങ്ങളാണ് ഇവിടെ നിങ്ങളോടൊത്ത് ഈ പുണ്യപ്പെട്ട ദൈവാലയത്തിൻ്റെ 105ാമത് ഇതിൻ്റെ സ്ഥാപന വർഷം, ഇതിൻ്റെ ശിലാസ്ഥാപന വർഷത്തെ പെരുന്നാൾ പരിശുദ്ധ അമ്മയുടെ വിലയേറിയ മധ്യസ്ഥത അഭയപ്പെട്ടുകൊണ്ട് നിങ്ങളോടൊപ്പം ഈ ഇടവകയുടെ അധിപനായ എൻ്റെ സഹോദരൻ അഭിമന്യ ദിയസ്കോറോസ് തിരുമേനിയോടൊപ്പം ഇവിടെ ചിലവഴിക്കുവാൻ സാധിച്ചു എന്നുള്ളത്. ഇതിലുള്ള കൊച്ചു സംസ്ഥാനമായ കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളം എന്ന സ്ഥലത്താണ് എങ്കിൽ കൂടിയും ഈ ഭൂമി പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൻ്റെ നേരിട്ടുള്ള ഭൂമിയാണ്, അഥവാ പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൻ്റെ പ്രോപ്പർട്ടിയാണ് എന്നത് നമ്മുടെ ബോധമനസ്സുകളെ എല്ലാ അർത്ഥത്തിലും ഹർഷപുളകിതമാക്കുന്നു എന്നും പറയേണ്ടതായിട്ട് വരും. നമ്മുടെ സ്വന്തം സ്ഥലം കുന്നംകുളത്തുള്ള ക്രൈസ്തവരുടെ ചരിത്രം ആരംഭിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ ഒത്തിരി പുറകോട്ട് പോകണം. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം എനിക്ക് ലഭിച്ച ഇൻഫർമേഷൻസ് അനുസരിച്ച് അത് മർത്തോമാ ശ്ലീഹായോളം ചെന്ന് നിൽക്കുന്ന ഒന്നാണ്. നമ്മെ മിശിഹായിൽ ജനിപ്പിച്ച, ഭാരതത്തിൽ ക്രിസ്തുവിൻ്റെ സുവിശേഷം അറിയിച്ച മർത്തോമാ ശ്ലീഹായുടെ അപ്പോസ്തലന്റെ സുവിശേഷ യാത്രകളിൽ അദ്ദേഹം ഈ ദേശത്തുകൂടി കടന്നുപോയി എന്നതും അദ്ദേഹത്താൽ ഇവിടുത്തെ ജനങ്ങൾക്ക് സമ്മാനിക്കപ്പെട്ടു എന്ന് കരുതുന്ന ചാട്ടുകുളവും ഈ ചരിത്രത്തെ എല്ലാ അർത്ഥത്തിലും സ്വാധീകരിക്കുന്ന ഒന്നാണ്. മുസരീസിലെ മഹാദേവൻ പട്ടണത്തിൽ അറബികൾ സൃഷ്ടിച്ച പ്രശ്നത്തെ തുടർന്ന് സുറിയാനി ക്രിസ്ത്യാനികൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും കുടിയേറിപ്പോയപ്പോഴാണ് കുന്നം കുളങ്ങര എന്ന കുരിശാകൃതിയിലുള്ള പട്ടണത്തിൻ്റെ നിർമ്മിതിയും സുറിയാനി ക്രിസ്ത്യാനികളുടെ ഇങ്ങോട്ടുള്ള കുടിയേറ്റവും എന്നാണല്ലോ ദേശത്ത് ഈ ദേശം അറിഞ്ഞിരിക്കുന്ന ചരിത്രവും അത് അതിൻ്റെ തനത് സാക്ഷ്യവുമാണ്.